രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആദ്യ വോട്ട് മോഷണ ആരോപണത്തോടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം രാജ്യവ്യാപകമായി തന്നെ വിമർശനങ്ങളെ ക്ഷണിച്ചു വരുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലാകരുത്, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവിനോട് സംവദിക്കേണ്ടത് എന്ന് പറഞ്ഞവരിൽ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പോലും ഉൾപ്പെടുന്നു. ഈ വിമർശനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും പാഠം ഉൾക്കൊണ്ടോ? രാഹുൽ ഗാന്ധിയുടെ ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങളോടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ? നമുക്ക് പരിശോധിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപനം മാറ്റൂ എന്ന ചോദ്യത്തിനോടുള്ള ഒറ്റവാക്കിലെ ഉത്തരമില്ല എന്നത് തന്നെയാണ്. സമീപനത്തിൽ മാറ്റമില്ല എന്ന് മാത്രമല്ല, ഒരു തരത്തിൽ പോലും പൗരന്മാരുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി സംബന്ധിച്ച ആശങ്കകളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിസംബോധന ചെയ്യുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ രണ്ടാം പത്രസമ്മേളനം അവസാനിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ പ്രതികരണം വന്നു. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് നൽകിയ വിശദീകരണം പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ തലവേദനയാകുന്ന കാഴ്ചയാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. ഓൺലൈൻ മാധ്യമമായ പീക്ക് ടിവി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടികളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദഗതികളും അതിലെ പ്രശ്നങ്ങളും വിശദമായി തന്നെ നമുക്ക് നോക്കാം. സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കേന്ദ്രീകൃതമായ രീതിയിൽ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനായി അപേക്ഷകൾ നൽകി എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ നൽകിയ മറുപടി ഓൺലൈനായി വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു. എന്നാൽ ഈ ട്വീറ്റ് പോസ്റ്റ് ചെയ്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിശദീകരണത്തിൽ വോട്ട് നീക്കാനായി നൽകിയ 5994 തെറ്റായ ഓൺലൈൻ ആപ്ലിക്കേഷൻ നിരാകരിച്ചു എന്നും ഈ വോട്ടുകൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നും ചീഫ് ഇലക്ഷൻ ഓഫീസർ കർണാടക വ്യക്തമാക്കുന്നു. അതായത് ഓൺലൈനെ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദഗതിയോട് ചേർന്ന് പോകുന്നതല്ല കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. കഴിഞ്ഞ 18 മാസത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് 18 കത്തുകൾ അയച്ചിട്ടും വ്യാജ ആപ്ലിക്കേഷൻ നൽകിയത് സംബന്ധിച്ച് നിർണായക തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടക CIDക്ക് കൈമാറുന്നില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിസ്സംഗഭാവം കൊണ്ടാണ് വ്യാജമായി വോട്ട് ഡിലീറ്റ് അപേക്ഷകൾ നൽകി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചവരെ കണ്ടെത്താനാവാത്തതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. ഈ വിഷയത്തിൽ 2023 ഫെബ്രുവരി 21 ERO FIR രജിസ്റ്റർ ചെയ്തുവെന്നും ലഭ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും കൽബുർഗി SP-ക്ക് 2023 തന്നെ നൽകിയെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. എന്നാൽ ഈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ കർണാടക CID ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കത്തിൽ ഡെസ്റ്റിനേഷൻ IP, ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ തുടങ്ങിയ നിർണായക വിവരങ്ങളൊന്നും ഇതുവരെ നൽകിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. തങ്ങൾക്ക് ലഭ്യമായ എല്ലാ വിവരങ്ങളും ഇതിനകം നൽകിക്കഴിഞ്ഞു എന്നാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കർണാടക പോലീസ് അയച്ച ഈ കത്തിനോട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലുള്ള വിവരങ്ങൾ കർണാടക പോലീസിന് പൂർണ്ണമായും കൈമാറാത്തത്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വോട്ട് മോഷണം നടത്തിയവരെ സംരക്ഷിക്കുകയാണ് എന്ന രാഹുലിന്റെ ആരോപണത്തെ പിന്താങ്ങുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വിഷയത്തിലെ ഒളിച്ചുകളി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുന്ന ആർക്കും വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടറെ നീക്കാനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള ഓപ്ഷൻ കാണാനാകും. 2019 ഓൺലൈനായി വോട്ട് നീക്കം ചെയ്യാൻ അപേക്ഷ നൽകാമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ എക്സിലെ പോസ്റ്റ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. ഓൺലൈനായി വോട്ട് ഡിലീറ്റ് ചെയ്യാനായി അപേക്ഷ നൽകാൻ കഴിയുമെന്നതിന് ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും എന്തിനാണ് ഓൺലൈനായി വോട്ട് ഡിലീറ്റ് ചെയ്യാനാകില്ല എന്ന ബാലിശമായ വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങൾ പ്രകാരം വോട്ട് നീക്കം ചെയ്യാനായി നൽകുന്ന അപേക്ഷകളിൽ നിർബന്ധമായും വോട്ടർക്ക് നോട്ടീസ് നൽകണമെന്നും അവരുടെ ഭാഗം പറയാനായി അവസരം നൽകണമെന്നും പറയുന്നുണ്ട്. ഈ നിയമങ്ങൾ അതേപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ബൂത്ത് ലെവൽ ഓഫീസറുടെ ബന്ധുവിന്റെ പേര് പോലും തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്? ഇത്തരത്തിലുള്ള രാഹുലിന്റെ വെളിപ്പെടുത്തലുകൾ രാജ്യത്തിന്റെ ജനാധിപത്യ മനസ്സിനെ ഭയപ്പെടുത്തുന്നതാണ്. അതിനോടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണങ്ങൾ അതിദയനീയമാണ്. നവമാധ്യമമായ എക്സിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോസ്റ്റിൽ അലന്റെ നിയോജക മണ്ഡലത്തിൽ 2012 ജയിച്ചത് BJP സ്ഥാനാർത്ഥിയും 2023 ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമാണെന്ന് പറയുന്നുണ്ട്. രാഹുലിന്റെ ആരോപണങ്ങളിൽ ഈ വാദഗതിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? 2023 കോൺഗ്രസ് ജയിച്ചു എന്ന് പറയുന്നതിലൂടെ എന്ത് സന്ദേശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നത്? അലണ്ടിൽ ജയിച്ചത് ആരോ ആയിക്കൊള്ളട്ടെ, അവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് രാജ്യത്തിന് അറിയേണ്ടത്. രാഹുൽ തെളിവുകൾ നിരത്തി ഉന്നയിക്കുന്ന ആരോപണങ്ങളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്ന ഈ മനോഭാവം തികച്ചും ദൗർഭാഗ്യകരമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇത്തരം സമീപനങ്ങൾ. ഇവിടെ രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവിനോടല്ല, ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനോടും ഈ രാജ്യത്തെ പൊതുജനത്തിനോടുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകേണ്ടത്. യുവാക്കൾ ഉൾപ്പെടെ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു എന്ന ഭയപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് തന്നെ തുലാസിലാകുന്നു എന്ന വിമർശനങ്ങൾ ഉയരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുകയും അന്വേഷണങ്ങൾ നടത്തി ഇതിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേലുള്ള ഈ രാജ്യത്തിന് വിശ്വാസത്തിന് ഒരിക്കലും കോട്ടം തട്ടാൻ പാടുള്ളതല്ല എന്ന അടിസ്ഥാന ബോധം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉണ്ടാകണം.
നിലവിൽ രാഹുലിന്റെ ആരോപണത്തോടുള്ള കമ്മീഷന്റെ പ്രതികരണം വോട്ടർ പട്ടികയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ സംശയം ഉയർത്താൻ മാത്രമേ സഹായിക്കുള്ളൂ എന്ന മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വാക്കുകളെങ്കിലും നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ സുതാര്യമായി നടത്തേണ്ട ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിയുടെ മുകളിലല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുകളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ സുതാര്യമായി നടത്തേണ്ട ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിയുടെ മുകളിലല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുകളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട കമ്മീഷനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.